ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തരിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാം യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. And in Job chapter 19, he declares his faith. 19-ാം അധ്യായത്തിൽ യോബ് തന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. Job 19 verse 25 to 27, Job speaks of what he knows to be true. 19-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. I know that my Redeemer lives, and that in the end he will stand on the earth. And after my skin has been destroyed, yet in my flesh I will see God. I myself will see him with my own eyes, I and not another. How my heart yearns within me. 25 മുതൽ 27 വാക്യങ്ങളിൽ നാം കേൾക്കുന്ന ഇപ്രകാരമാണല്ലോ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. Job says, I have a Redeemer. Hallelujah. എനിക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് യോബ് പ്രഖ്യാപിക്കുകയാണ്. In the midst of all his trials in life, he could still say, I have a Savior, I have a Redeemer. എല്ലാ വേദനകളുടെയും മധ്യത്തിൽ യോബ് ശക്തിയുക്തം പ്രഖ്യാപിക്കുകയാണ്, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഒരു രക്ഷകനുണ്ട്, അവൻ ജീവിക്കുന്നു. And he says, at the end of it all, I will see God. അവൻ പറയുകയാണ്, ഞാൻ ഈ ദൈവത്തെ മുഖാമുഖം കാണും. I will see him. ഞാൻ അവനെ തീർച്ചയായും കാണും. I and not another. ഞാനാണ് കാണുന്നത്, മറ്റൊരാളല്ല. He says, even after my skin has been destroyed, in my flesh I will see God. എൻ്റെ ഈ ത്വക്ക് ക്ഷയിച്ചു പോയാലും എൻ്റെ ഈ ദേഹത്തിൽ ഞാൻ അവനെ കാണും. Here we see very clearly that Job did not only believe in life after death, he also believed in a resurrection of the dead. ഇവിടെ യോബ് പറയുകയാണ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല താൻ പറയുന്നത്, മരിച്ചവരുടെ ഉയർപ്പിനെക്കുറിച്ചും യോബ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. So I want to say, brothers and sisters in Christ, Christians don't believe in reincarnation. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുമതം ഒരിക്കലും പുനർജനനത്തിൽ വിശ്വസിക്കുന്നില്ല. No, we don't believe in reincarnation. We believe in survival after death and the resurrection of the body at the end of time. നാം വിശ്വസിക്കുന്നത് മരണാനന്തര ജീവിതത്തിലും ഈ ശരീരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിലുമാണ്. And so we believe at the end of time we will be raised from the dead and we will see God. അവസാന നാളിൽ നാം പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടെ ദൈവത്തെ കാണുമെന്നും നാം വിശ്വസിക്കുന്നു. And Job says, I will see God, I and not another person. യോബ് പറയുകയാണ്, ഞാൻ ഈ ദൈവത്തെ ദേഹസഹിതനായി കാണും. And so if you are Mr. Job today, you will be Mr. Job as well at the end of time. ഇപ്പോൾ നിങ്ങൾ യോബിനെ പോലെയാണെങ്കിൽ ഭാവിയിലും ഈ നിത്യരാജ്യത്തിലും യോബിനെ പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ. If your name is Mr. Samuel, at the end of time you will see God as Mr. Samuel. ശമൂവേൽ എന്നാണ് പേരെങ്കിൽ നിത്യതയിലും ആ പേരിൽ അറിയപ്പെടാം. If your name is Mr. Thomas, at the end of time you will remain Mr. Thomas, and as Mr. Thomas you will see God. തോമസ് ആണെങ്കിൽ നിത്യതയിലും ഒരുപക്ഷെങ്കിൽ തോമസ് ആയിട്ടായിരിക്കാം നിങ്ങൾ ദൈവത്തെ കാണുന്നത്. Well, you see, if you believe in reincarnation, you're Mr. Thomas today and you're Mr. George tomorrow, and maybe you become Chinese in the next life, you will be Mr. Tan. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ
ഇപ്പോൾ തോമസ് ആണെങ്കിൽ അടുത്ത പുനർജന്മത്തിൽ ഒരുപക്ഷെങ്കിൽ മറ്റൊരു പേരായിരിക്കാം, ഇന്ത്യക്കാരൻ ഒരുപക്ഷെങ്കിൽ ചൈനയിലായിരിക്കാം ജനിക്കുന്നത്. And so on the last day, I think you'll be confused. You don't know who you are. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അന്ത്യനാളിൽ നാം സംശയാലുക്കളായി നാം ആകപ്പാടെ കലങ്ങി മറിഞ്ഞ അനുഭവത്തിലാകാം. But Job says it's not going to be like that. യോ പറയുകയാണ്, പുനർജനനമല്ല സംഭവിക്കുന്ന പിന്നെയോ നിത്യതയിൽ ഉയർപ്പിന്റെ അനുഭവമാണ് സംഭവിക്കുന്നത്. God made me to be Job, and I will remain Job even until the end of time. ദൈവം എന്നെ യോബിനെ പോലെ ആക്കിയെങ്കിൽ നിത്യതയിലും യോബായി അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമെന്ന് താൻ പറയുകയാണ്. And this is the conviction that was there in the heart of Job. ആഴമായ ബോധ്യം യോബിനുള്ളത് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്നു. He believes that he has a redeemer. തനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് യോബ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. He believes in life after death. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകൾ താൻ ഇവിടെ നൽകുകയാണ്. He believes in a resurrection from the dead. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ താൻ ഇവിടെ നൽകുകയാണ്. And that's why he hopes. അതാണ് അവന്റെ പ്രത്യാശ, അതാണ് അവൻ കാത്തു സൂക്ഷിച്ചത്. He hopes for eternity. നിത്യതയ്ക്കായി പ്രത്യാശ നിർഭരമായി കാത്തിരിക്കുന്ന യോബിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. If everything is miserable in this life, at least eternity with God is still positive. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും കഷ്ടത വേദന നിറഞ്ഞതാണെങ്കിലും നിത്യത ദൈവത്തോടുകൂടെ സന്തോഷകരമാവുന്ന പ്രത്യാശ നമുക്കുണ്ടാകണം. And that's why as Christians we believe in the life of the world to come. അതുകൊണ്ടാണ് നാം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. You know, I was talking to this young man once. ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ അവനക്കാരനുമായി ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. For this young man, he lived a life of regret. അവൻ തന്റെ ജീവിതത്തിൽ വളരെയേറെ അനുതാപത്തിന്റെയും താൻ കടന്നുപോയ അനുഭവങ്ങളെ കുറിച്ചുള്ള ചിന്തയിൽ കൂടെ കടന്നു പോവുകയായിരുന്നു. You see, when his father was alive, he didn't spend enough time with his father. തന്റെ പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് തന്റെ പിതാവിനോടുകൂടെ സമയം ചെലവിടുവാൻ ഈ ചെറുപ്പക്കാരന് സാധിച്ചിരുന്നില്ല. And suddenly his father passed away. എന്നാൽ പെട്ടെന്ന് തന്റെ പിതാവ് തന്നെ വിട്ടുപോയി. And this young man was living in bitterness and regret. വളരെയേറെ കയ്പിന്റെയും വേദനയുടെയും കുറ്റബോധത്തിന്റെ അനുഭവത്തിൽ താൻ കടന്നു പോവുകയാണ്. Oh, why didn't I spend more time with my father when he was still alive? എന്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അധികം സമയം അവനോടുകൂടെ ചെലവിടാതിരുന്നതെന്ന് അവൻ ചോദിക്കുകയാണ്. But you know, it was his faith that saw him through. എന്നാൽ അവന്റെ വിശ്വാസം അവനെ നിലനിർത്തുന്നു. You see, for this young man, his father also knew Jesus. അവന്റെ പിതാവ് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച ആളായിരുന്നു. And this young man eventually came to the realization that we believe in the life of the world to come. ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി ഞങ്ങൾ വിശ്വസിക്കുന്ന നിത്യമായ വീടിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും അവൻ അറിവുള്ളവനായി തീർന്നു. And he said to me, അവൻ അച്ഛനോട് ഇപ്രകാരം പറയുകയാണ്, I will see my father again. ഞാൻ എൻ്റെ പിതാവിനെ വീണ്ടും കാണും. I will see my father again, and we will catch up with all the lost time that we had on earth. ഞാൻ പിതാവിനെ വീണ്ടും കാണുമ്പോൾ ഭൂമിയിൽ ഞങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ട ദിനങ്ങൾ സമയം ഞങ്ങൾ അവിടെ തിരിച്ചെടുക്കും. We will catch up on all the lost opportunities that we had, that we've lost here on earth. ഇവിടെ ഉണ്ടായ നഷ്ടസാധ്യതകളെല്ലാം വീണ്ടും കണ്ടെത്തുവാനും തിരിച്ചെടുക്കുവാനും ഞങ്ങൾക്ക് അവിടെ കഴിയുമെന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്. And this is what he said to me. അവൻ ഇപ്രകാരം പറഞ്ഞു, If not for our Christian faith in eternal life, I think I will go crazy. ഞാൻ ഈ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തവനായി തീർന്നിരുന്നെങ്കിൽ ഞാൻ ഭ്രാന്തനായി മാറുമായിരുന്നു. And this is our hope. ഇതാണ് നമ്മുടെ പ്രത്യാശ. Our greater hope. ഇതാണ് നമ്മുടെ ഉത്തമമായ പ്രത്യാശ. That in the living God, we have the hope of the life to come. ഈ ജീവിക്കുന്ന ദൈവത്തിൽ നമുക്ക് നിത്യതയുടെ പ്രത്യാശയുണ്ട്. And all the suffering in this world cannot be compared with the glory that will be revealed in us. നിത്യതയിൽ വെളിപ്പെടാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഭൂമിയിലെ കഷ്ടതകളെല്ലാം സാരമില്ലെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. So I want to say this, brothers and sisters, in Christ we also have this hope in the life of the world to come. കർത്താവായ യേശുക്രിസ്തുവിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള സജീവമായ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. But don't forget, this hope can also be seen in this life as well. ഈ പ്രത്യാശ നിത്യതയിൽ മാത്രമുള്ള പ്രത്യാശയല്ല, പിന്നെയോ ഇന്ന് നമുക്കുണ്ടാകേണ്ടതായ ജീവിത യാഥാർത്ഥ്യത്തിന് മധ്യത്തിൽ ഉണ്ടാകേണ്ടതായ ജീവിത പ്രത്യാശയാണ്. What do I mean by that? എന്താണ് ഇതിൽ കൂടി അർത്ഥമാകുന്നത്? Listen to what Peter says in 1 Peter 5 verse 10 and 11. പത്രോസ് ലേഖനം 1 ലേഖനം
5-ാം അധ്യായം 10-ാം വാക്യം ശ്രദ്ധിക്കുക. And the God of all grace, who called you to his eternal glory in Christ, after you have suffered a little while, will himself restore you and make you strong, firm and steadfast. To him be the power forever and ever. Amen. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. The Bible says that our time of suffering is not forever. വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുകയാണ്, കഷ്ടങ്ങൾ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണ്. All our suffering will eventually come to an end. നാം കടന്നു പോകുന്ന പരിവരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും പതിയെ പതിയെ നമ്മിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അകന്നു പോകും. And when our time of suffering has come to an end, God will then restore his people. ഈ കഷ്ടത മാറിക്കഴിയുമ്പോൾ ദൈവം തന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തും. For some of us, our time of suffering will end when we leave this life. ചില ആളുകൾക്ക്, നമ്മിൽ ഒരുപക്ഷെങ്കിൽ ചില ആളുകൾക്ക് നമ്മുടെ കഷ്ടതകൾ അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടുകൂടെ ആയിരിക്കാം. For others, our time of suffering may end before we leave this life. മറ്റൊരു കൂട്ടം ആളുകൾക്ക് ഒരുപക്ഷെങ്കിൽ ഈ കഷ്ടത അല്പകാലത്തേക്കുള്ളതാകാം. ഈ ഭൂമിയിൽ കഷ്ടതയില്ലാത്ത തുടർന്നുള്ള ജീവിതം ലഭിച്ചെന്നും വരാം. Now Job was an example of a man whose time of suffering came to an end before he left this life. യോബ് നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുന്ന, യോബിൽ കൂടി ലഭിക്കുന്നതായ മാതൃക, താൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ തന്റെ കഷ്ടത അവസാനിക്കുകയും തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിച്ച ഒരു ജീവിതം തനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. Read Job 42. 42-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം. God restored Job before the end of his life. യോബിനെ ദൈവം തമ്പുരാൻ തന്റെ മരണത്തിന് മുൻപ് തന്നെ യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകി. So we have a hope. ഇതൊരു പ്രത്യാശയാണ്, ഇത് നമ്മുടെ പ്രതീക്ഷയാണ്. This hope is in Christ. ഈ പ്രത്യാശ നമുക്ക് നൽകിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. This hope is focused on the life of the world to come. ഈ പ്രത്യാശ വരുവാനുള്ള ലോകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. But this hope can also be in this life when God restores us. ഈ പ്രത്യാശയും ഈ പ്രതീക്ഷയും ഈ ഭൂമിയിൽ തന്നെ ലഭിക്കും. കാരണം ദൈവം തമ്പുരാൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. Sometimes trials and sufferings can end before the end of life. ഒരുപക്ഷെങ്കിൽ ജീവിതത്തിന്റെ അവസാനത്തിന് മുൻപ് തന്നെ കഷ്ടതയും ശോധനയും അവസാനിച്ചു എന്ന് വരാം. And I pray that in our own life's experience, God himself will show us when our time of suffering in life can come to an end. അതാണ് എന്റെയും പ്രാർത്ഥന. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന വേദനകളുടെ മധ്യേ കടന്നു പോകുന്നവർക്ക് ഈ കഷ്ടതയും വേദനയും മാറിയ അനുഭവം ഈ ഭൂമിയിൽ തന്നെ ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. You know, as New Testament Christians, we have a hope in Christ. പുതിയ നിയമ ക്രിസ്ത്യാനികളുടെ നിലയിൽ, സഭയെന്ന നിലയിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലാണ്. As New Testament Christians, we also have Job's Redeemer and heavenly friend. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഈ പ്രത്യാശ ക്രിസ്തുവിലായിരിക്കുമ്പോൾ തന്നെ ഈ ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനുമാണ്. We hear about Job having a friend in heaven. We say, how I wish I had a friend in heaven. യോബിന് സ്വർഗത്തിൽ ഒരു നല്ല ആത്മസഖി ഉണ്ടായിരുന്നത് പോലെ നമുക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. But do you know that I have a friend in heaven and you have a friend in heaven? എനിക്കും നിങ്ങൾക്കും അപ്രകാരം സ്വർഗത്തിൽ ഒരു നല്ല സഖി ഉണ്ടെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. Do you not know that Job's Redeemer is my Redeemer and your Redeemer? യോബിന്റെ വീണ്ടെടുപ്പുകാരൻ എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനാണെന്ന് നാം വ്യക്തതയോടെ തിരിച്ചറിയണം. Where in the Bible does it say that? എവിടെയാണ് വേദപുസ്തകം ഇപ്രകാരം പറയുന്നത്? In Hebrews chapter 4 verse 14 to 16. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധിക്കാം. Therefore, since we have a great high priest who has ascended into heaven, Jesus the Son of God, let us hold firmly to the faith we profess. For we do not have a high priest who is unable to empathize with our weakness, but we have one who has been tempted in every way just as we are, yet he did not sin. Let us then approach God's throne of grace with confidence, so that we may receive mercy and find grace to help us in our time of need. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ
നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. You know, Job knew he had a friend in heaven, but he didn't know the name of his friend. യോബിന് സ്വർഗത്തിലെ വീണ്ടെടുപ്പുകാരനെ അറിയാം, എന്നാൽ അദ്ദേഹത്തിന്റെ പേർ അറിയയില്ലായിരുന്നു. You know, the New Testament tells us that the name of that friend in heaven. എന്നാൽ പുതിയ നിയമവിശ്വാസികളായ നമ്മോട് പുതിയ നിയമം ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഈ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Job could feel the loving touch of his friend in heaven, but he did not really know his name. യോബിന് തനിക്കുള്ളവനായ വീണ്ടെടുപ്പുകാരൻ, തനിക്കുള്ളതായ ആത്മസഖിയുടെ സ്പർശനം ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിച്ചെങ്കിലും അവനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. Hallelujah, we got a New Testament. നമുക്ക് ഈ പുതിയ നിയമം ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. We know more than even Job knew. യോബ് അറിഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നു. We know we have a heavenly friend. നമുക്ക് സ്വർഗത്തിൽ ഒരു ആത്മസഖിയുണ്ടെന്ന് നമുക്കറിയാം. We know his name. നമുക്ക് അവന്റെ പേർ വ്യക്തതയോടെ അറിയാം. We know who he is. അവൻ ആരാണെന്ന് നാം അറിയുന്നു, അനുഭവിക്കുന്നു. We know what he's doing now. അവൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് നമുക്കറിയാം. We also know he's not just Job's friend, he's my friend and your friend. അവൻ കേവലം യോബിന്റെ സുഹൃത്ത് മാത്രമല്ല, പിന്നെയോ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ആത്മസഖിയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. His name is Jesus. അവൻ യേശു ക്രിസ്തുവാണ്. That's the name of our heavenly friend. അവനാണ് നമ്മുടെ സ്വർഗത്തിലെ ആത്മസുഹൃത്ത്. So that when you and I go through our trials and our pain and our suffering, നാം ജീവിതത്തിന്റെ കഠിന അനുഭവങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ we can also say, I have a friend in heaven. നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കണം, എനിക്ക് ഒരു വീണ്ടെടുപ്പുകാരൻ, ഒരു ആത്മസഖി സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. We know his name. അവന്റെ പേർ വ്യക്തതയോടെ അറിയണം. His name is Jesus, our great നമ്മുടെ high priest. കർത്താവായ യേശു ക്രിസ്തുവാണ് ആ വീണ്ടെടുപ്പുകാരൻ. We also know who he is. അവൻ ആരാണെന്ന് നമുക്കറിയാം. He's a son of God who's gone to heaven. Hallelujah. അവൻ ദൈവത്തിന്റെ പുത്രൻ, നമുക്ക് വേണ്ടി പിതാവിന്റെ അരികിൽ ഇന്നും മധ്യസ്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. We know what he's doing now. അവൻ ഇപ്പോൾ ചെയ്യുന്നത് നമുക്കറിയാം. He's praying for you, he's praying for me. അവൻ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനാ നിർഭരമായിരിക്കുന്നു. We know as he's praying for you and for me, he's feeling our pain with us. അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ വേദനകളെയും നമ്മുടെ നൊമ്പരങ്ങളെയും അവൻ നമ്മേക്കാൾ അധികമായി അറിയുന്നവനാണ്. That's why we sing, what a friend we have in Jesus. അതുകൊണ്ടാണ് നാം പാടുന്നത്, എന്ത് നല്ലോർ സഖി യേശു എന്ന്. You know, the Bible says, for every need in life, you can turn to Jesus. വേദപുസ്തകം നമ്മോട് പറയുന്നു, ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഈ ക്രിസ്തുവിലേക്ക് നിങ്ങൾ മുഖം തിരിക്കണം. For every need in life, Jesus can be there for you and for me. ജീവിതത്തിന്റെ എല്ലാ വേദനകളിലും എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. He gives us the help that we need. നമുക്ക് ആവശ്യമുള്ള സഹായം അവൻ തക്ക സമയത്ത് നൽകുന്നവനാണ്. He gives us hope and grace for every need in life. തന്റെ കൃപയാൽ അവൻ പ്രത്യാശയോടുകൂടെ നമ്മോട് ഇടപെടുന്നവനാണ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നവനാണ്. In fact, it was Cyril of Alexandria who once said that the Lord Jesus Christ is our Emmanuel. അലക്സാണ്ട്രിയയിലെ വിശുദ്ധനായ സിറിലാണ് പറഞ്ഞത്, ഈ ക്രിസ്തു നമ്മുടെ ദൈവമാണ്, അവൻ നമ്മോട് കൂടെയുള്ള ദൈവമാണ്. He said Jesus is our Emmanuel. സിറിൽ, അലക്സാണ്ട്രിയയിലെ വിശുദ്ധനായ സിറിൽ പറയുകയാണ്, അവൻ നമ്മുടെ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ളവനാണ്. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? Emmanuel means God with us. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. And that's who Jesus is for us. അതാണ് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം. Jesus is the God who is with us. നമ്മോടൊപ്പമുള്ള ദൈവത്തിന്റെ സാന്നിധ്യമാണ് കർത്താവായ യേശു ക്രിസ്തു. He said, I'm with you to the end of the age. അവൻ നമ്മോട് അസന്നിഗ്ധമായി പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. And so this meeting, this session is under the Evangelistic Association. സന്നദ്ധ സുവിശേഷ സംഘ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ആണല്ലോ ഇത്. And so I say to every evangelist, you and I must ask ourselves the question, do we still have good news? സന്നദ്ധ സുവിശേഷകരായ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്, നമുക്ക് നൽകുവാൻ ഒരു സദ്വർത്തമാനം ഇന്ന് നമ്മുടെ പക്കലുണ്ടോ? Do we still have good news to share? പങ്കിടുവാൻ തക്കവണ്ണം ഒരു സുവാർത്ത
സദ്വർത്തമാനം സുവിശേഷം നമുക്കുണ്ടോ? I believe that if we offer Christ, our Emmanuel, to people, we still have good news. ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, നാം കർത്താവായ യേശു ക്രിസ്തുവിനെ, ഇമ്മാനുവേലായ ക്രിസ്തുവിനെ നൽകുമ്പോൾ അത് സദ്വർത്തമാനമാണ്, അത് സുവിശേഷമാണ്. If we offer Christ, He is the greatest treasure in our life. നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായ ഒരു നിധിയാണ് നാം മറ്റുള്ളവരുമായി പങ്കിടുന്നത്. There's nothing else that can compare with the value of Jesus Christ. കർത്താവായ യേശു ക്രിസ്തു എന്ന അമൂല്യമായ വ്യക്തിത്വത്തോട് തുലനം ചെയ്യുവാൻ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. If you offer Christ as Emmanuel to people everywhere, we still have good news. നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഈ ക്രിസ്തുവിനെ ദൈവ സാന്നിധ്യമായി നൽകുമ്പോൾ അത് സുവിശേഷമായി മാറുകയാണ്. Man is in pain. Where is God? And do we still have good news? മാനവജാതി അതികഠിനമായ വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എവിടെയെന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ നമുക്കുള്ള യഥാർത്ഥ ഉത്തരം ഈ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനാണ് നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം. Man is in pain, my friends. മനുഷ്യജാതി വേദനയിൽ കൂടി കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. But the good news is Emmanuel. എന്നാൽ അതിൻ്റെ പ്രതിമരുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം. In all our pain, God is with us in Jesus Christ. നമ്മുടെ എല്ലാ നൊമ്പരങ്ങളിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു. And we're not limited to what this life has to offer. നമുക്ക് നൽകാനുള്ളതിൽ മാത്രം ഈ ജീവിതം ഒതുങ്ങിപ്പോകരുത്. In Christ, we have the hope of the life to come. വരുവാനുള്ള പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിൽ ലോകത്തിന് നൽകാനുള്ളവർ നാമാണ്. You know, in my part of the world, people are asking the question, why is it so many people now are coming to believe in Jesus? ഞങ്ങളുടെ രാജ്യത്ത് ഇപ്പോൾ ധാരാളം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ആളുകൾ ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നത്? What is it that attracts men and women to believe in the Lord Jesus Christ? മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത് എന്താണ്, എന്തുകൊണ്ടാണ്? You know what someone gave as an answer? ഒരാൾ ഇപ്രകാരം അതിന് മറുപടി നൽകി. If you want to know what is it that attracts people to Jesus Christ in other parts of Asia, go and see a Christian funeral. അയാൾ പറയുകയാണ്, യേശുവിടെ മറ്റൊരു ഭാഗത്ത്, ഏതെങ്കിലും ഭാഗത്ത് ആളുകൾ ക്രിസ്തുവിലേക്ക് അടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ പോയി ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരണം. In a Christian funeral, there is hope. ക്രിസ്തീയ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രത്യാശയുടെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. In a funeral where Christ is not there, there is no hope. ക്രിസ്തുവില്ലാത്ത ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ പ്രത്യാശ നഷ്ടപ്പെടുന്നു. But my friends, our hope is not just for the life of the world to come. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രത്യാശ വരുവാനുള്ള ലോകത്തിലേക്ക് നോക്കി മാത്രം നിൽക്കരുത്. I believe when we offer Christ to men and women, we do not leave them helpless in the midst of the trials of life. ജീവിതത്തിന്റെ പരിശോധനകളിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ഈ സദ്വർത്തമാനം നൽകുന്നില്ലെങ്കിൽ നാം അവരെ തീച്ചൂളയിലേക്ക് കൈവിടുകയാണ്. Jesus is still the God who is with us. ദൈവം നമ്മോട് കൂടെയുള്ള യാഥാർത്ഥ്യമാണ് കർത്താവായ യേശു ക്രിസ്തു ഞാൻ പറഞ്ഞല്ലോ. A God of love and a God of grace. സ്നേഹവാനായ കൃപാലുവായ ദൈവത്തിന്റെ സാന്നിധ്യം യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. And that's why in Jesus Christ we receive help and grace for every time of need. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഈ കൃപയും ഈ പ്രത്യാശയും യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. So in Christ I have the hope of the life to come. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ ജീവിതത്തിന്റെ വരാനുള്ള അനുഭവത്തെക്കുറിച്ചുള്ള പ്രത്യാശ എനിക്കുണ്ട്. But in Christ I also have life. I also have hope in this life as well. ഈ യേശു ക്രിസ്തുവിൽ വരുവാനുള്ള ലോകത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്ന് എൻ്റെ ജീവിതത്തിലും അവൻ എനിക്ക് പ്രത്യാശ നൽകുന്നവനാണ്. Because Emmanuel will not leave us helpless in the midst of the trials of life. കാരണം ഇമ്മാനുവേലായ ദൈവം ജീവിതത്തിന്റെ പരിശോധനകളിൽ നമ്മെ നിസ്സഹായരായി കൈവിടുന്നവനല്ല. So I close this message with a thought. ഒരു ചിന്തയോടുകൂടെ ഈ പ്രസംഗം ഉപസംഹരിക്കട്ടെ. Jesus Christ is good news. കർത്താവായ യേശു ക്രിസ്തു സുവാർത്തയാണ്, സുവിശേഷമാണ്. But sometimes we are not good news. എന്നാൽ നാം പലപ്പോഴും സദ്വർത്തമാനമായി സുവിശേഷമായി ഭവിക്കാറില്ല.
Sometimes people don't come to Jesus because of God's people. പലപ്പോഴും ഇതര മതസ്ഥരായ ആളുകൾ യേശു ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടാത്തതിന്റെ കാരണക്കാർ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നാം തന്നെ ആയിരിക്കാം. Sometimes we are the reason why people don't want to come to Jesus. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആളുകൾ അടുക്കാത്തതിന്റെ കാരണക്കാർ ഒരുപക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമായിരിക്കാം. So I believe Jesus Christ is good news. ഞാൻ വിശ്വസിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം. But sometimes God's people are the ones that don't bring good news. എന്നാൽ ദൈവത്തിന്റെ ജനം പലപ്പോഴും ഈ സുവിശേഷം നൽകുന്നവരായി തീരാറില്ല. And so how do we proceed from this problem? എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നത്? I think it's time to evangelize the evangelizer. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, സുവിശേഷകരെ സുവിശേഷവൽക്കരിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. നാം ഏവരും സുവിശേഷകരായതുകൊണ്ട് ആദ്യം സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരണം. Before we can share the gospel must also transform us. നാം സുവിശേഷം പങ്കിടുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി ഈ സുവിശേഷം എന്നെയും നിങ്ങളെയും ശക്തമായി രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. The evangelizer must also be evangelized. സുവിശേഷകൻ സുവിശേഷവൽക്കരിക്കപ്പെടേണ്ട കാലം ആസന്നമായിരിക്കുന്നു. But I believe Jesus Christ is good news for everyone. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സകലർക്കും സദ്വർത്തമാനം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Because in Jesus Christ, കർത്താവായ യേശു ക്രിസ്തുവിൽ God lifts us up. ദൈവം നമ്മെ നാം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി. Where we have fallen, നാം വീണയിടത്തു നിന്ന് അവൻ നമ്മെ തന്റെ കരങ്ങളിൽ കോരിയെടുത്തു. and He gives us grace to walk അവൻ again. ജീവിക്കുവാനും മുന്നേറുവാനുള്ള പ്രാപ്തി ത്രാണി അവൻ നമുക്ക് നൽകി നമ്മെ അവൻ ശക്തരാക്കിയിരിക്കുകയാണ്. Yes, man is in pain. Where is God? മനുഷ്യൻ വേദനിക്കുന്നു, ദൈവം എവിടെ? God is with us. ദൈവം നമ്മോട് കൂടെ. He is with us in Christ. ക്രിസ്തുവിൽ അവൻ നമ്മിൽ ഉണ്ടായിരിക്കുന്നു, നമ്മോട് കൂടെ ആയിരിക്കുന്നു. This is good news. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പങ്കിടാനുള്ള സുവിശേഷം. If God be for us, who can be against us? ദൈവം നമ്മോടൊപ്പമെങ്കിൽ ആർ നമുക്കെതിരെ നിൽക്കും? May the gospel give you and I joy, and may we spread this joy around. ഈ നിർമ്മലമായ സുവിശേഷം എനിക്ക് നിങ്ങൾക്കും സന്തോഷം നൽകുകയും ചുറ്റുപാടുകളിൽ ഈ സന്തോഷം പകരുവാൻ നമ്മെ എല്ലാവരെയും എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യട്ടെ. May God bless the Martha Church. ദൈവം തമ്പുരാൻ ഈ സഭയെ അധികം അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. ആമേൻ. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ